നുണകൾക്ക് ആയുസ് കുറവാണെന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ ചിലർക്ക് നുണകൾ ഒരു ബിസിനസ്സാണ്, രാഷ്ട്രീയ ലാഭത്തിനുള്ള ആയുധമാണ്. ദ കേരള സ്റ്റോറി എന്ന ആദ്യ സിനിമയിൽ നമ്മൾ കണ്ടത് 32,000 പെൺകുട്ടികളെക്കുറിച്ചുള്ള പച്ചക്കള്ളമായിരുന്നു. എന്നാൽ ഇത് കേസായി സുപ്രീംകോടതിയിലെത്തിയപ്പോൾ അത് വെറും 3 പേരായി ചുരുങ്ങിയപ്പോൾ ആ സിനിമയുടെ അണിയറ പ്രവർത്തകർ നാണം കെട്ടു. എന്നിട്ടും ലജ്ജയില്ലാതെ അവർ അതിന്റെ 2ാം ഭാഗവുമായി വരികയാണ്. ദ കേരള സ്റ്റോറി 2 എന്ന സിനിമയുടെ ട്രെയിലർ പുറത്തുവരുമ്പോൾ അത് മുന്നോട്ട് വെക്കുന്ന അപകടകരമായ രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ ഈ വിദ്വേഷ സിനിമയെയും ഇതിന് പിന്നിലെ ഒളിയജണ്ടകളെയും കീറിമുറിച്ചു പരിശോധിക്കുകയാണ്. ഈ സിനിമയുടെ ട്രെയിലറിൽ കണ്ട അങ്ങേയറ്റം വികൃതമായ ഒരു രംഗമുണ്ട്, മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാളെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്നത്. എത്ര പച്ചയായ വർഗീയ ധ്രുവീകരണമാണ് ഇതിലൂടെ ഇവർ ലക്ഷ്യം വെക്കുന്നത്. നൂറ്റാണ്ടുകളായി നമ്മൾ ഇവിടെ ജീവിക്കുന്നത് ഹിന്ദുവും മുസ്ലിമും എന്ന വേർതിരിവിലല്ല, മറിച്ച് മലയാളി എന്ന ഒരൊറ്റ വികാരത്തിലാണ്. അയൽക്കാരന്റെ ആഘോഷം സ്വന്തം ആഘോഷമായി കാണുന്ന ആ കേരളീയാവസ്ഥയെയാണ് ഈ സിനിമ കൊല ചെയ്യാൻ ശ്രമിക്കുന്നത്. ഭക്ഷണത്തിന്റെ പേരിൽ മനുഷ്യരെ തല്ലിക്കൊല്ലുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ അവസ്ഥ മറച്ചുപിടിക്കാനാണോ ഇത്തരമൊരു രംഗം ഇവർ പടച്ചുവിട്ടിരിക്കുന്നത്? ഭക്ഷണത്തെ പോലും വിദ്വേഷത്തിന്റെ ആയുധമാക്കുന്ന ഇത്തരം സംവിധായകർ ആരെയാണ് പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഈ സിനിമയുടെ ഏറ്റവും അപകടകരമായ വശം എന്താണെന്നറിയാമോ? അത് കേരളത്തിലെ ഹിന്ദു മുസ്ലിം മതസ്ഥർക്കിടയിൽ സംശയത്തിന്റെ വിത്തുകൾ പാകി കാലങ്ങളായുള്ള നമ്മുടെ സാഹോദര്യം തകർക്കാൻ ശ്രമിക്കുന്നു എന്നതാണ്. അയൽക്കാരന്റെ ആഘോഷം സ്വന്തം ആഘോഷമായി കാണുന്ന ആ കേരളീയാവസ്ഥയെയാണ് ഈ സിനിമ കൊല ചെയ്യാൻ ശ്രമിക്കുന്നത്. ലവ് ജിഹാദ് എന്നും നിർബന്ധിത മതം മാറ്റം എന്നും പറഞ്ഞ് ഇവർ ഉണ്ടാക്കിയെടുക്കുന്ന കള്ളക്കഥകൾ ലക്ഷ്യം വെക്കുന്നത് ഹൈന്ദവ സഹോദരങ്ങളുടെ മനസ്സിൽ ഇസ്ലാമിക സമൂഹത്തോടുള്ള വെറുപ്പ് ഉണ്ടാക്കാനാണ്. അമ്പലപ്പറമ്പിലെ ആഘോഷങ്ങളിൽ മുസ്ലിം സുഹൃത്തുക്കൾ കൈകോർക്കുന്ന യഥാർത്ഥ കേരളം ഇവരുടെ സിനിമയിലില്ല. പകരം വെറുപ്പിന്റെ പുകമറ സൃഷ്ടിച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വളമിടാനാണ് ഇവർ ശ്രമിക്കുന്നത്. നമ്മൾ തിരിച്ചറിയുക, ഇവർ വെടിവെക്കുന്നത് ഒരു മതത്തിന് നേരെയല്ല, നമ്മുടെ സമാധാനത്തിന് നേരെയാണ്. ഏറ്റവും ലജ്ജാകരമായ വസ്തുത മറ്റൊന്നാണ്. ഒരു നാടിനെ മുഴുവൻ നുണകൾ കൊണ്ട് അപമാനിച്ച, വിദ്വേഷം പടർത്താൻ ശ്രമിച്ച ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് ദേശീയ അവാർഡ് വരെ നൽകി ആദരിക്കുകയാണ് ഇവിടെ. കലയുടെ ഉന്നതമായ മൂല്യങ്ങൾക്കും മാനുഷികതയ്ക്കും നൽകേണ്ട ദേശീയ പുരസ്കാരം ഒരു പ്രൊപ്പഗണ്ട സിനിമയ്ക്ക് നൽകുന്നതിലൂടെ ആ അവാർഡിന്റെ മഹത്വം തന്നെയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. മികച്ച കലാസൃഷ്ടികളെ തഴഞ്ഞ് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സിനിമകൾക്ക് അംഗീകാരം നൽകുന്നത് വരും തലമുറയ്ക്ക് നൽകുന്ന തെറ്റായ സന്ദേശമാണ്. ഇത് കേവലം ഒരു അവാർഡ് ദാനമല്ല, മറിച്ച് ഒരു രാഷ്ട്രീയ അജണ്ടയുടെ പരസ്യമായ പ്രഖ്യാപനമാണ്. വിദ്വേഷത്തിന് ഭരണകൂടം നൽകുന്ന ഈ ദേശീയ പദവി ചരിത്രം ഒരിക്കലും പൊറുക്കില്ല. കലയെ രാഷ്ട്രീയ ആയുധമാക്കുന്ന ഇത്തരം സംവിധായകർക്ക് പുരസ്കാരങ്ങൾ നൽകുമ്പോൾ യഥാർത്ഥ പ്രതിഭകൾ അപമാനിക്കപ്പെടുകയാണ്. ഈ സിനിമയുടെ പിന്നിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പ് നമ്മൾ തിരിച്ചറിയണം. കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയും ദളിതർക്കെതിരെയും നടക്കുന്ന അതിക്രമങ്ങൾ മറച്ചുപിടിക്കാനുള്ള ഒരു പുകമറയാണ് ഈ സിനിമകൾ. സ്വന്തം സംസ്ഥാനങ്ങളിലെ പട്ടിണിയും തൊഴിലില്ലായ്മയും ക്രമസമാധാന തകർച്ചയും ചർച്ചയാകാതിരിക്കാൻ അവർ കേരളം അപകടത്തിലാണ് എന്ന കള്ളക്കഥ മെനയുകയാണ്. യഥാർത്ഥത്തിൽ അവിടുള്ളവർ കേരളത്തെ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. എങ്ങനെയാണ് ജാതിയുടെയും മതത്തിന്റെയും വേലിക്കെട്ടുകളില്ലാതെ ഒരുമിച്ച് ജീവിക്കേണ്ടതെന്ന് ഇവിടുത്തെ മനുഷ്യർ കാണിച്ചു തരുന്നുണ്ട്. ഉത്തരേന്ത്യൻ തെരുവുകളിൽ മനുഷ്യർ മതത്തിന്റെ പേരിൽ വേട്ടയാടപ്പെടുമ്പോൾ ഇവിടെ നമ്മൾ പരസ്പരം കൈപിടിച്ചു നിൽക്കുകയാണ്. ആ മാതൃക തകർക്കുക എന്നതാണ് ഈ സിനിമയുടെ പിന്നിലുള്ളവരുടെ ഗൂഢലക്ഷ്യം. മറ്റൊരു രസകരമായ കാര്യം, ഈ സിനിമയിൽ അഭിനയിക്കുന്ന നടിമാരും ഇതിന്റെ അണിയറ പ്രവർത്തകരും കേരളം കണ്ടിട്ടുപോലുമില്ല എന്നതാണ്. കേരളത്തിലെ ഒരു ചായക്കടയിലിരുന്ന് രാഷ്ട്രീയവും സാമൂഹികവുമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സാധാരണക്കാരന്റെ ജീവിതമോ ഇവിടുത്തെ സംസ്കാരമോ അവർക്കറിയില്ല. സെറ്റിലിട്ട കൃത്രിമ കേരളമല്ല യഥാർത്ഥ കേരളം. ഇവിടുത്തെ പച്ചപ്പും ഇവിടുത്തെ മനുഷ്യരുടെ മനസ്സും മനസ്സിലാക്കാത്തവർ പടച്ചുവിടുന്ന ഇത്തരം വിഡ്ഢിത്തങ്ങൾ കേട്ട് വിശ്വസിക്കാൻ മലയാളിക്ക് സൗകര്യമില്ല. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ നാടിനെ ലോകത്തിനു മുന്നിൽ ഇത്രയധികം അപമാനിച്ചിട്ടും കേരളത്തിലെ പ്രമുഖ സിനിമാ പ്രവർത്തകർ എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത്? മലയാള സിനിമയെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച നമ്മുടെ പ്രമുഖ നടന്മാരും നടിമാരും സംവിധായകരും എവിടെ പോയി? മറ്റെല്ലാ വിഷയങ്ങളിലും കൃത്യമായ രാഷ്ട്രീയ നിലപാടും നന്മ പോസ്റ്റുകളും ഇടുന്നവർ സ്വന്തം നാടിനെ തീവ്രവാദ കേന്ദ്രമായി ചിത്രീകരിക്കുന്ന ഈ പ്രൊപ്പഗണ്ടയ്ക്ക് എതിരെ ഒരക്ഷരം മിണ്ടുന്നില്ല. ഇത് വെറുമൊരു മൗനമല്ല, മറിച്ച് ഭീരുത്വമാണ്. തങ്ങളുടെ സിനിമകൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ ലഭിക്കുന്ന മാർക്കറ്റിനെ ബാധിക്കുമോ എന്ന പേടിയാണോ, അതോ ഭരണകൂടങ്ങളെ പിണക്കാൻ വയ്യാത്തതുകൊണ്ടാണോ ഈ ഒളിച്ചോട്ടം? നിങ്ങൾ ഇന്ന് മിണ്ടാതിരിക്കുന്നത് വരും തലമുറയോട് ചെയ്യുന്ന വലിയൊരു ചതിയാണ്. നിങ്ങളുടെ ഒരു വാക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ സ്വാധീനിക്കാൻ കഴിയും. എന്നിട്ടും നിങ്ങൾ ഈ വിദ്വേഷ പ്രചാരണത്തിന് എതിരെ ശബ്ദമുയർത്തുന്നില്ല എന്നത് അങ്ങേയറ്റം ഖേദകരമാണ്. മറ്റൊരു വലിയ വൈരുദ്ധ്യം ഇവിടെ നിലനിൽക്കുന്ന സെൻസർഷിപ്പ് രീതികളാണ്. മലയാളത്തിലെ പല മികച്ച സിനിമകളും ചെറിയ കാരണങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ രാഷ്ട്രീയമായ വിയോജിപ്പുകൾ പറഞ്ഞ് സെൻസർ ബോർഡ് തടയുന്നതും സർട്ടിഫിക്കറ്റ് നിഷേധിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്.
യാഥാർത്ഥ്യത്തോട് ചേർന്നു നിൽക്കുന്ന സിനിമകൾക്ക് കത്രിക വെക്കുന്നവർ, ഒരു നാടിനെ മുഴുവൻ നുണകൾ കൊണ്ട് അപമാനിക്കുന്ന ഇത്തരം വിദ്വേഷ സിനിമകൾക്ക് എങ്ങനെയാണ് അനുമതി നൽകുന്നത്? പ്രൊപ്പഗണ്ട സിനിമകൾക്ക് ഇവിടെ ചുവപ്പ് പരവതാനി വിരിക്കുകയാണ്. ഇവിടെയാണ് കല, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുടെ ഇടപെടൽ ഉണ്ടാകേണ്ടത്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കുറിപ്പുകൾ എഴുതുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. പൊതുവേദികളിൽ, ജനമധ്യത്തിൽ ഇത്തരം സിനിമകൾക്കെതിരെ നിങ്ങൾ ശബ്ദമുയർത്തണം. ഇത് വെറുമൊരു സിനിമയല്ല, നമ്മുടെ നാടിന്റെ സംസ്കാരത്തിന് നേരെയുള്ള കടന്നാക്രമണമാണെന്ന് പറയാൻ നമ്മുടെ സാംസ്കാരിക നായകർക്ക് ആർജവമുണ്ടാകണം. നുണകൾ കൊണ്ട് നിർമ്മിച്ച ഇത്തരം സിനിമകളെ പൂർണ്ണമായും ബഹിഷ്കരിക്കാൻ നമ്മൾ തയ്യാറാകണം. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് നുണകൾ പ്രചരിപ്പിക്കാനോ ഒരു സമൂഹത്തെ ഒറ്റപ്പെടുത്താനോ ഉള്ള ലൈസൻസ് അല്ലെന്ന് നമ്മൾ ഉറക്കെ പറയണം. നമ്മുടെ ഐക്യം തകർക്കാൻ വരുന്ന ഇത്തരം സിനിമകൾക്കുള്ള ഏറ്റവും വലിയ മറുപടി അവയെ തള്ളിക്കളയുക എന്നത് തന്നെയാണ്. സാംസ്കാരിക കേരളം ഇനിയെങ്കിലും മൗനം വെടിയണം. യഥാർത്ഥ കേരള സ്റ്റോറി എന്താണെന്ന് ഈ സിനിമയെടുക്കുന്നവർക്ക് അറിയാമോ? ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുള്ള, ഏറ്റവും ഉയർന്ന സാക്ഷരതയുള്ള, നീതി ആയോഗിന്റെ സൂചികകളിൽ എപ്പോഴും ഒന്നാമത് നിൽക്കുന്ന നാടാണ് കേരളം. ഇവിടെ മനുഷ്യർ മതത്തിന്റെ പേരിൽ തല്ലുണ്ടാക്കാതെ ഒരുമിച്ച് ജീവിക്കുന്നു. ആ ഐക്യത്തെ തകർക്കുക എന്ന അജണ്ടയാണ് ഇത്തരം സിനിമകൾക്കുള്ളത്. കേരളത്തിലെ മതസൗഹാർദ്ദം തകർത്താൽ മാത്രമേ ചില ശക്തികൾക്ക് ഇവിടെ ഇടം ലഭിക്കൂ. അതിന് സിനിമ എന്ന മാധ്യമത്തെ അവർ ആയുധമാക്കുകയാണ്. കേരള സ്റ്റോറി എന്ന പേരിൽ എത്ര ഭാഗങ്ങൾ ഇറങ്ങിയാലും മലയാളികൾ അത് തള്ളിക്കളയും. കാരണം ഇവിടെ മനുഷ്യർക്ക് ചിന്തിക്കാൻ ശേഷിയുണ്ട്. നുണകൾ കൊണ്ട് അവർ നമ്മുടെ ചരിത്രം മാറ്റാൻ ശ്രമിക്കുമ്പോൾ സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ നേരിടണം. വിദ്വേഷം പടർത്തുന്ന സിനിമകളെ തള്ളിക്കളയുക. നമ്മുടെ ഐക്യമാണ് ഇത്തരം പ്രൊപ്പഗണ്ടകൾക്കുള്ള ഏറ്റവും വലിയ മറുപടി. ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. കേരളത്തെക്കുറിച്ച് ലോകം സത്യം അറിയട്ടെ.